Okay, let's officially start the class now. Listen first. After that, I will say. So, who is afraid of a cycle? That is the lesson we have studied. നമ്മൾ പഠിച്ച lesson അതാണ്. ഇനി നോക്കേണ്ടത് ഞാനൊരു 5 words 7 words തന്നിരുന്നു. അതിൽ ആദ്യത്തെ 5 words ഡിക്റ്റേഷൻ ഇടുമെന്നാ പറഞ്ഞത്. ശരിയല്ലേ? ഏതൊക്കെയാണ്? Breathe. B-R-E-E-Z-E. Let's revise once again. Breathe. B-R-E-E-Z-E. ഞാൻ വായിക്കുന്ന കൂടെ ഞാൻ ഈ സ്പെല്ലിംഗ് പറയുന്ന കൂടെ നിങ്ങളും പറയണം. മ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞാൽ മതി, അൺമ്യൂട്ട് ചെയ്യരുത്. Breathe. B-R-E-E-Z-E. B-R-E-E-Z-E. So the next one, grind. G-R-I-N-N-E-D. G-R-I-N-N-E-D. Third one, expression. ഇപ്പൊ എഴുതരുത്, പറഞ്ഞാ മതി. Expression. E-X-P-R-E-S-S-I-O-N. E-X-P-R-E-S-S-I-O-N. Expression. Fourth one, mutely. M-U-T-E-L-Y. M-U-T-E-L-Y. Fifth one, violently. Violently. അത് കുറച്ച് confusing ആയിരിക്കും. So take more care about that. V-I-O-L-E-N-T-L-Y. Once again, V-I-O-L-E-N-T-L-Y. So ready? How many are present? 14 plus 1 here, 15 are there. Total students are 25. Note. സാർ 32 ആയി. 32 ഇവിടെ 15 കാണുന്നല്ലോ. സമയമാണോ? ഓക്കെ, ഞാനൊരു 32 സ്റ്റുഡൻസ് കയറി എന്നാ പറഞ്ഞത്. ഓക്കെ, ഞാനിപ്പം വാക്ക് പറയും. നിങ്ങൾ ഫസ്റ്റ് യു ക്ലോസ് ദ ബുക്സ്, ക്ലോസ് ദ ടെക്സ്റ്റ് ബുക്ക്, ഓൾ ഓഫ് യു ക്ലോസ് ദ ടെക്സ്റ്റ് ബുക്ക്. റെഡി ഓൾ ഓഫ് യു? ഞാൻ വേർഡ്സ് പറയും, അന്നേരം നിങ്ങൾ എഴുതണം. പിന്നെ എഴുതി കഴിഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യാനുണ്ട്, പറയുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചോണം. എഴുതി കഴിഞ്ഞിട്ട് ആ ബുക്ക് അങ്ങ് അടച്ച് മാറ്റി വെച്ചാൽ മതി, നോട്ട്ബുക്ക്. അത് കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്ക് തുറക്കുക. ക്ലാസ് കഴിയുന്ന പാടെ അതിന്റെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരിക. മനസ്സിലാകത്തില്ല എല്ലാവർക്കും? ആ ബുക്കിന്റെ പുറകിൽ എഴുതിക്കോ, നോട്ട്ബുക്കിന്റെ പുറകിൽ എഴുതിയാൽ മതി. ഇന്നത്തെ ഡേറ്റ് കൂടെ ഇട്ടിട്ട് എഴുതണം. 30, ഇന്ന് 30 അല്ലേ ഡേറ്റ്? 30/1. ഒന്നോടെ ശ്രദ്ധിച്ച്, ഇൻസ്ട്രക്ഷൻ ഒന്നോടെ ശ്രദ്ധിച്ച്. ഞാൻ വാക്കുകൾ പറയും, നിങ്ങൾ ആദ്യം ടെക്സ്റ്റ് ബുക്സ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഞാൻ പറയുന്ന വാക്കുകൾ 5 എണ്ണം അതുപോലെ 1 by 1 ആയിട്ട് എഴുതുക. അത് കഴിഞ്ഞ് ആ നോട്ട്ബുക്ക് അതേപോലെ അടച്ചു വെക്കുക, പേനയും താഴെ വെക്കുക. എന്നിട്ട് ടെക്സ്റ്റ് ബുക്ക് തുറക്കുക. പിന്നെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകും. ക്ലാസ് കഴിഞ്ഞ് മീറ്റിംഗ്, അതായത് നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ, ലീവ് ചെയ്ത് കഴിയുമ്പം അന്നേരം തന്നെ നിങ്ങൾ എഴുതിയ വാക്കുകളുടെ ഫോട്ടോ എടുത്ത് എനിക്ക് അന്നേരം അയച്ചു തരിക. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ then. റെഡി? ഫസ്റ്റ് വേർഡ്, ഒന്നാമത്തെ വാക്ക്. റെഡി? ഫസ്റ്റ് വേർഡ് മ്യൂട്ടിലി. മ്യൂട്ടിലി. റൈറ്റ്, എഴുതിക്കോ. മ്യൂട്ടിലി. Mutely. Finished. If you are finished, show me your thumb like this, all of you. Finished. Second word, number 2.
expression, 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 expression. Finish. When you finish, show me the thumb. Expression. Okay, next one. Third one. Third one. Grind. 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 Third one. Grind. Grind. Sincere ആയിട്ട് എഴുതണം. അവിടെ ഇവിടെ നോക്കരുത്. Don't take any help from anybody else. Finish. Finished. And the fourth one, breeze. Fourth one, breeze. Breeze. Fourth one, breeze. Breeze. Last fifth one, violently. 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 If you have finished writing, close that notebook and keep aside. Book അടച്ചു മാറ്റി വെച്ചേരെ. അടച്ചു മാറ്റി വെക്കണേ. ബുക്ക് അടച്ച് മാറ്റി വെച്ചോ. പേഴ്സണിലേക്ക് ആ പേഴ്സണൽ വിട്ടാ മതി. നമ്പർ പറയോ? നമ്പർ പറയാം. പറഞ്ഞുതരാം. നമ്പർ ഒന്ന് എഴുതി വെച്ചോ. ആ നോട്ട്ബുക്കിന്റെ ഏതെങ്കിലും സൈഡിൽ ഒന്ന് എഴുതി വെച്ചോ. എന്റെ വാട്സാപ്പ് നമ്പർ. റെഡി? 97 എല്ലാവരും എഴുതിയെടുക്കണേ. 9747 38 76 36. Once again, ഞാൻ ഒന്നുകൂടെ പറയാം. 9747387636. Once again, last time, once again, check it. 9747387636. Ready? Okay, to that number, that is my WhatsApp number. So to that number you send. Group leader in personal life with Tamadi. Okay? Clear everybody? Adi class കഴിഞ്ഞ് period കഴിഞ്ഞ് കഴിയുമ്പോഴേ ഫോട്ടോ എടുത്ത് ഇടണം. Right. ഒരു ക്ലാസ് കഴിഞ്ഞ് അന്നേരം തന്നെ ഇടണം, താമസിക്കരുത്. Okay, now open the textbook. So that lesson is completed, I think. So take a paper also, not paper, pencil also. Pencil is better. We have to write something. ഏതാ? ദേവാഞ്ജൻ ഒന്നാണ് പറഞ്ഞേ. പേരൻസ് സൈൻ കുറച്ച് പേര് അന്ന് അയച്ചു തന്നുള്ളൂ. ഞാൻ ലിസ്റ്റ് നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം. എല്ലാവരും പേരൻസ് സൈൻ ഇട്ടോ? എല്ലാവരും ചെയ്യണം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ചെയ്തോണം. ഇല്ലെങ്കിൽ ഞാൻ വീട്ടിൽ വരുമ്പോ ബുക്ക് ചെക്ക് ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് വരും. അന്നേരം ചിലപ്പോൾ ഒരു ചൂരലോടെ കൊണ്ടുവരേണ്ടി വരാം. അത് വേണ്ടല്ലോ. Okay, good. Right. Now take a pen or pencil. Pencil is better. Page number 25. Textbook page number 25. Fun to learn. Page number 25. Ready? Read and write. Fill in the blanks. The author got a dash bicycle as a gift from his father. The author got a dash bicycle as a gift from his father. ആ ഡാഷിലെ രണ്ട് വാക്കുകൾ എഴുതണം. റെഡ് എഴുതിക്കോ. റെഡ് RED സ്മോൾ ലെറ്റർ മതിയല്ല. RED റെഡ്.
comma red, comma cute. Red, comma cute. Cute. C-U-T-E. C-U-T-E. Cute. Red, comma cute. Red, comma cute. പറയാം. ഫസ്റ്റ് ആ ഒരു ഡാഷില് രണ്ടെണ്ണം എഴുതണം. റെഡ്, RED, റെഡ്, കോമ ക്യൂട്ട്, CUTE. CUTE. Okay. Second dash, second one, second number. His brother dashed him to ride the bicycle. His brother dashed him to ride the bicycle. Yeah, taught. T-A, right, there you go. T-A-U-G-H-T. Once again, T-A-U-G-H-T. Taught. Teach in the past tense ആണ്. Teach, taught. Okay. പഠിപ്പിച്ചു. His brother taught. T-A-U-G-H-T. Correct for all spellings? Yeah. Correct. അതെ, T-A-U-G-H-T. Next one, third one. He started practicing to ride the bicycle in a dash lane. He started practicing to ride the bicycle in a dash lane. രണ്ടാമത്തത് T-A-U-G-H-T. T-A-U-G-H-T. Taught. T-A-U-G-H-T. Third one, less crowded. L-E-S-S, less. L-E-S-S, less. Crowded. C-R-O-W-D-E-D. C-R-O-W-D-E-D. Yeah. Less crowded. Once again, L-E-S-S, less. Crowded. C-R-O-W-D-E-D. ക്ലാസ് കഴിയുമ്പോൾ ഞാൻ ഇതിന്റെ സ്ക്രീൻഷോട്ട്, ഇതിന്റെ ഫോട്ടോയും കൂടി ഇട്ടേക്കാം. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നോക്കി കറക്റ്റ് ചെയ്യണം. അതുകൊണ്ടാണ് പെൻസിൽ കൊണ്ട് ഉപയോഗിക്കാൻ പറഞ്ഞത്. ഓക്കെ, യൂസ് പെൻസിൽ. ഇഫ് എനി മിസ്റ്റേക്ക് ഈസ് ദർ യു ക്യാൻ erase and write. Next one, fourth one. At one point of time, the author lost balance and was about to hit a. Very simple. What's the answer? At one point of time. നാലാമത്തെയാണ് പറയുന്നത്. At one point of time, the author lost balance and was about to hit a dash. എന്തേലാ ഇടിക്കാൻ തുടങ്ങിയത്? പറഞ്ഞോ, ഷെഫി പറഞ്ഞോ. Car, yes, good. Car, C-A-R, car. C-A-R, car. Next one, last one of that. The author wondered if the dash had got into his bicycle. ബൈസിക്കിളിനെ എന്ത് പിടിച്ചു എന്നാ തോന്നിയത്? ആർക്കും പറയാം. ഗോസ്റ്റ് ആണ്. പക്ഷെ നമ്മളവിടെ എഴുതുമ്പോൾ ശരിക്കും ഇതിൽ കൊടുത്തിരിക്കുന്നത് ഡെവിൾ. DE എഴുതിക്കോ. റൈറ്റ്. DEVIL. DEVIL. DEVIL.
I-L. D-E-V. സർ ടി അല്ലേ? D. Dog എന്നുള്ള donkey എന്നുള്ള D. D-E. Sir. Yeah. Tojo. Third one. Third one, less Third crowded. Less crowded. L-E-S-S-C-R-O-W-D-E-D. ഇനി ഞാൻ ഇത് എഴുതി ഏതെങ്കിലും മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞാൻ കുറച്ച് കഴിയുമ്പോൾ അതിന്റെ ഫോട്ടോ ഇട്ട് തരാം ഈ ക്ലാസ് കഴിയും. അന്നേരം നോക്കി എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഓരോന്നോരോന്നായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം പോകും. ഓക്കെ, ഡെവിളിന്റെ സ്പെല്ലിംഗ് ഒന്നുകൂടെ പറയാം. DEVIL. DEVIL ഡെവിൾ. ഓക്കെ, ബാക്കി ഞാൻ കുറച്ച് കഴിയുമ്പം ഈ ക്ലാസ് കഴിയുമ്പോൾ ഗ്രൂപ്പിൽ ഫോട്ടോ ഇട്ട് തരാം, നിങ്ങൾ നോക്കിയാൽ മതി, നോക്കി കറക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, so answer the questions. There are 4 question answers. അത് ഞാൻ എഴുതിയിട്ട് ഫോട്ടോ ഇട്ട് തരാം, ഗ്രൂപ്പിൽ ഫോട്ടോ ഇടും, നിങ്ങൾ അത് നോക്കി എഴുതിയാൽ മതി. Do you understand or not? Yes. Yes. ഈ ക്ലാസ് കഴിയുമ്പം, അല്ലെങ്കിൽ ഈ ക്ലാസ് കഴിയുമ്പോൾ സമയം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത ക്ലാസ് കഴിയുമ്പോൾ ഞാൻ അത് നോക്കിയിട്ട് അത് എഴുതിയിട്ട് ഞാൻ അതിന്റെ ഫോട്ടോ എടുത്തിട്ട് തരാം ഗ്രൂപ്പിൽ, അപ്പൊ നോക്കിയാൽ മതി. ദേവാൻസിന് എന്താ പറയുന്നേ? മൈത്രി എന്ന് പറഞ്ഞ പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഇതുവരെ തന്നില്ല. അതും തന്നില്ലായിരുന്നോ? മൈത്രി. ഓക്കെ, മൈത്രിയുടെയും കൂടെ ഞാൻ ഇട്ട് തരാം, അത് രണ്ടും കൂടെ ഇട്ട് തരാം, ഒന്ന് നോക്കി എഴുതിയാൽ മതി. ഓക്കെ, എഴുതി കഴിഞ്ഞിട്ട് അതിന്റെ ഫോട്ടോ എനിക്ക് പേഴ്സണൽ ആയിട്ട് വാട്സപ്പിൽ ഇട്ട് തരണം. Yes. ഓക്കെ, റെഡി. ഇനി നോക്കിയ തൊട്ടടുത്തത് ഫൺ വിത്ത് വേർഡ്സ് ഡൗൺ. താഴെ ഫൺ വിത്ത് വേർഡ്സ്. ഹാൻഡിൽ ആൻഡ് കാരിയർ ആർ സം words associated with a bicycle. Can you think of 6 more? Handle and carrier. നമ്മൾ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വേറെ കുറച്ചൊരു 6 എണ്ണോടെ വേണം. വേറെന്തുണ്ട്? വീൽ, ഡിസ്ക്, ബ്രേക്ക്, ഡിസ്ക്, ഡിസ്ക്. ഓക്കെ, ഞാൻ കുറച്ച് പേരോട് ചോദിക്കാം. എല്ലാരും അൺമ്യൂട്ട് ചെയ്യരുത്, ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒച്ച വരുന്നു. ആദ്യം ആദിദേവ് പറഞ്ഞേ നോക്കട്ടെ. സൈക്കിളിനൊന്നും ഇല്ലേ? ആകെ ഒരു ഹാൻഡിലും കാരിയറും ഉണ്ടെങ്കിൽ സൈക്കിൾ ആയോ? ശരി, എന്നാൽ ദേവാഞ്ജന പറഞ്ഞ നോക്കട്ടെ. ബ്രേക്ക്. ഓക്കെ, അല്ല പറഞ്ഞ അല്ല. സീറ്റ്. ഓക്കെ, അശ്വിൻ. ഡിസ്ക്. ഓക്കെ, കൃപമേരി. വീൽ. ഓക്കെ, ഷെഫി. ചെയിൻ. ദേവപ്രിയ, വേറെന്തെങ്കിലുണ്ടോ? ഇല്ല. ഓക്കെ, ഇനി വേറെ ഏതെങ്കിലും പറയാനുണ്ടോ? മുഹമ്മദ് ഷംവീൽ. പെന്ന്. ഓക്കെ, ബെൽ. പെണ്ണെന്നാ കേട്ടെ. ബെൽ. ഓക്കെ, പെഡൽ. ഓക്കെ, സോ കുറെ സാധനങ്ങളുണ്ട്. അതും ഞാന് ഇപ്പോൾ എഴുതിക്കുന്നില്ല. അതെന്താ ചോദിച്ചാൽ ഇപ്പൊ അവിടെ എഴുതിക്കുന്ന സമയം കുറെ വരും. അപ്പൊ ഞാൻ അതിന്റെയും കൂടെ ഫോട്ടോ ഇട്ടിരിക്കാം. അപ്പൊ നിങ്ങൾ ഇത് നോക്കിയിട്ട് കൃത്യമായിട്ട് എഴുതിയാൽ മതി. ഞാൻ നമ്പർ 1, 2, 3, 5 6 വരെ എഴുതി ഇട്ടേക്കാം. നിങ്ങൾ അത് നോക്കി എഴുതിയാൽ മതി. ഓക്കെ, is that all right? Okay, good. Let us learn grammar. നമുക്ക് അടുത്തത് ഗ്രാമർ, തൊട്ട് താഴെയുള്ള ഗ്രാമർ പഠിക്കണം, അല്ലെങ്കിൽ സമയം പോകുന്നതുകൊണ്ടാണ്. Adverbials are words or phrases that describe actions that have taken place in the past. Last week, last year, and yesterday describe the time of action. എപ്പോൾ ഒരു സംഭവം നടന്നു എന്ന് പറയുന്നതാണ് ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് ഇയർ, യെസ്റ്റർഡേ എന്നൊക്കെ ഉള്ളത്, അല്ലെ? ഓർ ഡേ ബിഫോർ യെസ്റ്റർഡേ എന്നൊക്കെ പറയുന്നത് എപ്പോൾ സംഭവം നടന്നു എന്നുള്ളതാണ്. അത് എന്താണ്? ആഡ്വർബിയൽസ് എന്നാണ് പറയുന്നത്. Adverbs of time.
So the actions are complete, so the sentences are in the past tense. ആ ആക്ഷൻ എല്ലാം കഴിഞ്ഞു പോയ സംഭവങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം, ശരിക്കും ശ്രദ്ധിക്കണം. കഴിഞ്ഞു പോയ സംഭവങ്ങളാണ്. കഴിഞ്ഞു പോയ സംഭവങ്ങൾ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. They are actions of past actions ആണ്. Okay, next one. Examples. Last week I had an exam. കഴിഞ്ഞ ആഴ്ച എനിക്കൊരു പരീക്ഷ ഉണ്ടായിരുന്നു. Last week I had an exam. Next one. Yesterday we had a holiday. Yesterday we had a holiday. Yesterday. അതാണ് സമയം പറയുന്നത്. So the next one down. Underline the verbs and circle the adverbials in the following sentences. നമുക്കറിയാം parts of speech ഉണ്ട്. Parts of speech. There are 8 parts of speech. ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞതാണോ എന്നൊരു ഓർമ്മയില്ല. എന്തായാലും once again 8 parts of speech ഉണ്ട്. Noun, pronoun, adjective. Noun, pronoun, adjective. Verb, adverb. Preposition, conjunction, interjection. 8 എണ്ണം. അതിൽ നമ്മളിപ്പോ ഇവിടെ നോക്കുന്നത് വെർബും ആഡ്വർബും ആണ്. വെർബിനെ, അതായത് ആക്ഷൻ വേർഡ്സ് ആണ് വെർബ്സ്. ഓക്കെ, verbs are action words. പിന്നെ adverbs എന്ന് പറയുന്ന ആ പ്രവൃത്തിയെ കുറിച്ച് പറയുന്നത്. എപ്പോൾ നടന്നു, കളിച്ചു, they played ആണ് verb. എപ്പോൾ കളിച്ചു, ഇന്നലെ കളിച്ചു, അതാണ് adverb. ഓക്കെ, yesterday. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അണ്ടർലൈൻ ദ verbs. വെർബുകൾ അണ്ടർലൈൻ ചെയ്യുകയും. കേൾക്കുന്നില്ല? എത്ര പേർക്ക് കേൾക്കുന്നുണ്ട്? ഓക്കെ, അത് ഇടയ്ക്ക് ചെറിയ നെറ്റ്വർക്കിന്റെ പ്രശ്നം വരുന്നത്, സാരമില്ല. സോ അണ്ടർലൈൻ ദ വെർബ്സ്. വെർബിനെ അണ്ടർലൈൻ ചെയ്യുകയും ചെയ്യണം, ആഡ്വർബിയലിനെ സർക്കിൾ ചെയ്യുകയും ചെയ്യണം, ആഡ്വർബിയൽസിനെ. ഓക്കെ, ടേക്ക് എ പെൻസിൽ. ഓൾറെഡി പെൻസിൽ ഇസ് ദേർ. സ്റ്റാർട്ട്. The children played chess yesterday. What is the verb? Played. Okay, ആ played നെ അണ്ടർലൈൻ ചെയ്തേ. Played അണ്ടർലൈൻ ചെയ്യ്, അടിയിൽ വരയ്ക്ക്. Underline played. What is the adverb? Yesterday. അതിനെ സർക്കിൾ. Yesterday. Good. Yesterday അത് സർക്കിൾ ചെയ്തോ. അതിന് ചുറ്റും വട്ടം വരയ്ക്കണം. Yesterday. Done it? Next one. നമ്മുടെ സമയം കഴിയാൻ പോവാണ്, കുറച്ച് സ്പീഡ് ആക്കുവാണേ. Second one. He woke up at 6 in the morning. Verb woke up, underline. Yeah, woke up കൂടെ വേണേ. Woke up. Verb woke up. Time, morning. Circle morning circle ചെയ്യോ. Circle morning. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, നമുക്ക് നോക്കാം. ഒരു മിനിറ്റ്, ഞാൻ നിങ്ങളുടെ പേരൊന്ന് വിളിക്കുന്നുണ്ട്. അറ്റൻഡൻസ്. ആദിദേവ് ഉണ്ട്, പിന്നെ ഷെഫി, ഫെഡറിൻ, അഷിൻ, എബിൻ. Present, sir. Okay. Abdul Basit. Sridev Krishna. Present, sir. Okay. Devanjana. Present, sir. Okay. Suryadev. Kripa Mary. Present. Kripa Mary. Okay. Present, sir. Okay. And Ross. Present, sir. Okay. Fatima.
Muhammad Shamil. Present, sir. Okay, Shamil. Aaron K. Present, sir. Okay, Alna. Present, sir. Okay, Agnes. Okay. Ini Nihal. Present, sir. Okay. Nihal Devapriya. ഇതിൽ പേര് വിളിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ക്ലാസ്സിൽ വിളിച്ചതാ, ബാക്കി ആരെങ്കിലും ഇല്ല. പിന്നെ ക്രിസ്റ്റി സിൻഡോ വന്നായിരുന്നു അല്ലേ? ക്രിസ്റ്റി. ഓക്കെ, സോ ദാറ്റ്സ് ഇനഫ് ഫോർ നൗ. ഇപ്പം സേബ ഉണ്ട്. വേറെ ബാക്കി എല്ലാവരെയും വിളിച്ചതാന്ന് തോന്നുന്നു. ഇവിടെ വിളിച്ചു പോകുന്നതാണ്. All right, so it's time up. Let's see in the afternoon class. അതിനു മുമ്പ് ഞാൻ കുറച്ച് എഴുതിയിരിക്കുന്നത് എഴുതി വിടാം. So you have to check the class group and right. ഇപ്പൊ ഈ പരീക്ഷ ഇപ്പൊ ഇത് കഴിഞ്ഞു. നിങ്ങൾ ഇവിടുന്ന് ലീവ് ചെയ്ത് കഴിയുമ്പോഴേ ഫോട്ടോ എടുത്ത് നമ്മൾ എഴുതിയ ഡിക്റ്റേഷൻ എഴുതിയതിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു തരണം. ഓക്കെ, all right, see you in the afternoon class. Bye bye, take care.